സതീശൻ്റെ സ്റ്റോറി ഇതാണ്ട അവർ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്ന 3 മണിക്കൂറിന് മുമ്പിട്ട് പോസ്റ്റ് ഇതേപോലത്തെ ഒരു ഫോട്ടോ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് പ്രോബ്ലം സോൾവ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്, ഒരു ചിരിച്ചുകൊണ്ടൊരു ഫോട്ടോ. ഓക്കെ, ഇതിനകത്ത് പ്രോബ്ലം സോൾവ് ആവേണ്ടത് മറ്റേ ആളുമായിട്ടല്ലേ, അയാളുടെ കൂടെ ഉള്ള ഫോട്ടോ അല്ലേ വേണ്ടത്, അതില്ല. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. നമ്മുടെ ചിരിച്ചുകൊണ്ട് അങ്ങനെ പരിഹസിച്ചതൊന്നുമല്ല, എങ്കിലും പ്രഡിക്റ്റബിൾ ആയിരുന്നു. എങ്കിലും ആ ഒരു കാര്യം നമ്മുടെ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് നിതാ സതീശൻ വീണ്ടും നിതാ സുജിൻ ആകുന്നു. അതായത് നിതാ സുജിൻ, കുഞ്ചൂസ് എന്ന് പറയുന്ന സഹോദരി, ഇവരെല്ലാവരും വീണ്ടും ഒന്നിക്കുന്നു. അവർ തന്നെ അതിനെക്കുറിച്ചിട്ടുള്ളൊരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. ആ പോസ്റ്റ് നമുക്ക് ആദ്യം വായിക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാം. ആദ്യം എന്താണെന്ന് നോക്കാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. അത് തെറ്റ്. ആ സമയത്തുണ്ടായ മാനസിക സമ്മർദ്ദവും തെറ്റിദ്ധാരണകളും കാരണം ഞങ്ങളെടുത്ത ചില തീരുമാനങ്ങളും പറഞ്ഞ കാര്യങ്ങളും നിങ്ങളിൽ പലർക്കും ആശങ്കയും നിരാശയും ഉണ്ടാക്കിയെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. എനിക്കെന്തായാലും ഉണ്ടായിട്ടില്ല. നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് ചിലപ്പോൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കുടുംബാംഗങ്ങളുടെ ഇടപെടലിലൂടെ ഞങ്ങൾ ഇരുവരും സമാധാനത്തോടെ സംസാരിക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രഡിക്റ്റബിളായിരുന്നു. അതിനാൽ ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നല്ലത്, വളരെ നല്ല കാര്യം. മുൻപുണ്ടായ ചില സംഭവങ്ങളെ തുടർന്ന് ഇത് വെറും കോണ്ടന്റ് അല്ലെങ്കിൽ റവന്യൂ നേടാനുള്ള ശ്രമമാണോ എന്ന സംശയം പലർക്കും ഉണ്ടാകാമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. 100% ന്യായമായ കാര്യമല്ലേ, ആരെയും കുറ്റപ്പെടുത്താനൊന്നും പറ്റത്തൊന്നുമല്ലോ. വന്ദ സുട്ട റിപ്പീറ്റ്. അതായത് കുറച്ച് നാളിന് മുമ്പ് നമ്മൾ പിരിയുന്നു, നമ്മൾ വീണ്ടും ഒന്നിക്കുന്നു, നമ്മൾ പിരിയുന്നു, വീണ്ടും ഒന്നിക്കുന്നു. അങ്ങനെ ചെയ്യണമെന്നൊന്നും ഒരിക്കലും ഞാൻ പറയത്തില്ല. ഒരു കുടുംബജീവിതം നശിക്കണമെന്നോ അവർ എന്തെങ്കിലും പണ്ടാടങ്ങി പോകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കത്തുമില്ല, ഞാൻ ചിന്തിക്കത്തുകൂടിയില്ല കേട്ടോ. ഞാൻ ഡിങ്കനോട് നിങ്ങൾക്ക് നല്ലതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഓക്കെ, മനസ്സിലാകുന്നു. പക്ഷേ ഈ സംഭവം അങ്ങനെയൊന്നുമല്ല. അന്നത്തെ മാനസികാവസ്ഥയിലെടുത്ത വ്യക്തിപരമായ തീരുമാനങ്ങളാണ് അത്. സ്വകാര്യ പ്രശ്നങ്ങൾ പൊതുവേദിയിൽ പങ്കുവച്ചത് പലർക്കും തെറ്റായ സന്ദേശം നൽകാൻ ഇടയാക്കിയിരിക്കാം. ശരിയാണല്ലോ, അത് തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലായിരുന്നു നിങ്ങളത് പങ്കുവച്ചത് അല്ലേ? അതെങ്ങനെയൊക്കെ ആയിരുന്നു? അതായത് നിതാ സതീശൻ എന്നുള്ള പേരിലേക്ക് മാറുന്നു നിതാ സുജിൻ. അതിനുശേഷം നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്ന രീതിയിൽ ഇംഗ്ലീഷിൽ അവർ ഇട്ടു. അത് ഞാൻ ഇംഗ്ലീഷിലെ പരിഭാഷയിൽ ഇട്ടതൊന്നും തെറ്റെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവരുടെ കമൻറ്റ് ബോക്സുകളിൽ മൊത്തം ഇവർക്ക് അതിനെക്കുറിച്ചുള്ള ധാരണ ഇല്ല എന്നുള്ള രീതിയിൽ ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അവർ നിതാ സതീശനിലേക്ക് തിരിച്ചു പോകുന്നു. കുഞ്ചൂസ് എന്ന് പറയുന്ന സ്വന്തം സഹോദരി ഇദ്ദേഹത്തിനെ അൺഫോളോ ചെയ്യുന്നു. മൊത്തത്തിൽ സംഭവം ഉണ്ടാകുന്നു. ആ സമയത്ത് നിത ഒരു ബ്രാൻഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ ബ്രാൻഡിന് നല്ലൊരു ഇത് കിട്ടുന്നുണ്ടായിരുന്നു. അവർ എല്ലാം സോൾഡ് ഔട്ട് ആയിട്ട് മാറുന്നു. അതായത് എന്താണോ ഇവർ ഉദ്ദേശിച്ച കാര്യം അത് വളരെ സക്സസ്ഫുള്ളി നടക്കുന്നുണ്ട്. നല്ല കാര്യം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞു, ഹീസ് എ ജീനിയസ് ബിസിനസ് പേഴ്സൺ. പുള്ളി ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ബിസിനസ് പേഴ്സണാണ്. പുള്ളി ഇനിയും എന്തെങ്കിലുമൊക്കെ കാണിച്ചിരുന്നാലും ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ പുള്ളി അതിൽ വിജയിക്കും. നമ്മൾ പറയുമല്ലോ, ഈ പൂച്ച എത്ര മേളിൽ നിന്ന് ചാടിയെന്നാലും 4 കാലിൽ നിൽക്കുമെന്ന് പറയുന്നത് അതാണ്. അതിനായി ഞങ്ങൾ ഖേദം പ്രകടിപ്പിക്കുന്നു. ഇനി മുതൽ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ഉത്തരവാദിത്തത്തോടെയും സൂക്ഷ്മതയോടെയും കൈകാര്യം ചെയ്യാൻ ഞങ്ങൾ ശ്രദ്ധിക്കുമെന്ന് ഉറപ്പു നൽകുന്നു. ഇതുവരെ ഞങ്ങളെ പിന്തുണച്ചും വിശ്വസിച്ചും കൂടെ ഉണ്ടായ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. മുന്നോട്ടും നിങ്ങളുടെ പിന്തുണയും സ്നേഹവും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മുന്നോട്ടും നിങ്ങൾക്ക് പലതും പ്രതീക്ഷിക്കാം. അതുകൊണ്ട് നിങ്ങൾ വീണ്ടും പിന്തുണയുമായിട്ടൊക്കെ നിൽക്കണം എന്നുള്ളൊരു കാര്യമാണ്. ഇതിനകത്ത് ഇദ്ദേഹം ടാഗ് ചെയ്തിരിക്കുന്ന 3 പേരാണ് പ്രധാനമായിട്ട് ചർച്ചയിൽ വന്ന 3 പേർ. സുജിൻ കൃഷ്ണ, കുഞ്ചൂസ്, നിതാ സതീശൻ. ഇവരെ 3 പേരെയും ഫോളോ ചെയ്യുന്നില്ല എന്നുള്ള കാര്യത്തിനകത്ത് ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു. സന്തോഷം, അത്രയേ ഉള്ളൂ. ഓക്കെ, ഒരു വളരെ വലിയൊരു ഇതിപ്പം ഞാൻ പൂർണ്ണമായിട്ട് നമുക്കറിയാത്ത കാര്യം പറയുന്നില്ല, എങ്കിലും ഇതൊരു പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യമായിരുന്നു. കമൻറ്റ് ബോക്സുകൾ എല്ലാ മലയാളികളും ഇവരറിയുന്നവരെല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുള്ള കാര്യം ഇതൊരു ഡ്രാമയാണ്. ഇത് അവർക്ക് റീച്ചിന് വേണ്ടിയിട്ട് ചെയ്തൊരു പരിപാടിയാണ്. ആ റീച്ചിലൂടെ നേടിയ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഇതിനകത്ത് ഒരു ഇഷ്ടപ്പെട്ടൊരു കമൻ്റ് ഉണ്ട്. എന്തേലും കാണിക്കും, ഇവിടെ കത്തിക്കാൻ ഗ്യാസ് ഇല്ല. ഇതൊന്നും എൻ്റെ പ്രശ്നമല്ല. ആൾക്കാർ ഏറ്റവും വലിയ ഇതായിട്ടുള്ള കമൻറ്റ്, ആ കമൻറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റാണ്. അതിൻ്റെ താഴെ മൊത്തം ചിരി തന്നെ. അത് ചിരിച്ച് ആൾക്കാർ മൊത്തം പോകുന്നു. സീരിയസ്ലി ഇതൊരു നല്ല തുടക്കമാകട്ടെ എന്ന് പറഞ്ഞ് ഇവരെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നത്. ഇതൊരു നല്ല തുടക്കമായിക്കട്ടെ. കുഞ്ചൂസിൻ്റെ കമൻറ്റ്. Okay, now using social media is everyone's personal choice. However, repeatedly sharing private matters on social media can sometimes send the wrong message to people. First announcing the decision, then changing it later, and again posting about it publicly creates confusion among others. A similar situation already happened before. So
ഫ്രം ദ ഔട്ട്സൈഡ് ഇറ്റ് മേക്ക് ലുക്ക് ലൈക്ക് പീപ്പിൾ ആർ ബീങ് മിസ്ലീഡ്. സീരിയസ് ആയിട്ട് ആൾക്കാരെ മിസ്ലീഡ് ചെയ്യിപ്പിക്കുന്ന തരത്തിലേക്കുള്ള സംഭവം. ഇതിനാരെയും കുറ്റപ്പെടുത്താനോ ആരെയും ഒന്നും പറഞ്ഞു, നിങ്ങൾ ശരിക്കും എന്താണോ ഒരു സ്ക്രിപ്റ്റ് എഴുതി ചെയ്തതുപോലത്തെ കാര്യങ്ങൾ ചെയ്തേക്കുന്നത് അത് അതുപോലെ തന്നെയാണ് ഇവിടെ ജനങ്ങളിൽ നിന്നും അതിൻ്റെ ഔട്ട്പുട്ട് ഉണ്ടായിട്ടുണ്ടാവുക എന്നുള്ള കാര്യം. പക്ഷെ നിങ്ങൾ ഇന്നും ഭയങ്കരമായിട്ട് ചേർത്ത് പിടിക്കുന്ന വലിയൊരു വിഭാഗം മനുഷ്യരുണ്ടെന്നുള്ളതാണ്. അത് ഞാൻ അവരോട്, എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അവരോടൊക്കെ എന്ത് പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് അറിയത്തില്ല. ഇത് ഈ കാലഘട്ടത്തിൻ്റെ പലതരത്തിലുള്ള ബിസിനസ് മോഡൽസ്, ഇതുവരെ നമ്മൾ കണ്ടതും കേട്ടതും അല്ലാത്ത തരത്തിലുള്ള ഒരു ബിസിനസ് രീതികൾ, ഇതെല്ലാം അറിയാത്ത കുറേ പാവങ്ങളുണ്ട്. അവരോടൊന്നും പറയാനില്ല. ഓക്കെ, നമുക്ക് നിതാ സതീശൻ്റെയൊക്കെ പോസ്റ്റ് ഒന്ന് ജസ്റ്റ് നോക്കാം. നിതാ സതീശൻ്റെ പോസ്റ്റ് ഒന്ന് ഉറപ്പായിട്ടും നോക്കണം. നിതാ സതീശൻ്റെ സ്റ്റോറി ഇതാണ്ട, അവർ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്നു 3 മണിക്കൂറിന് മുമ്പിട്ടിങ്ങനെ പോസ്റ്റ്. ഇതിൻ്റെ ഇതേപോലത്തെ ഒരു ഫോട്ടോ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് പ്രോബ്ലം സോൾവ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്, ഒരു ചിരിച്ചുകൊണ്ടൊരു ഫോട്ടോ. ഓക്കെ, ഇതിനകത്ത് പ്രോബ്ലം സോൾവ് ആവേണ്ടത് മറ്റേ ആളുമായിട്ടല്ലേ, അയാളുടെ കൂടെ ഉള്ള ഫോട്ടോ അല്ലേ വേണ്ടത്, അതില്ല. ഇനി ഇതിനകത്ത് ഇപ്പുറത്തുണ്ടോ? ഇല്ല, ഒറ്റ ഫോട്ടോ ഷെയർ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇതിനകത്ത് റീലുകൾ നിശ്ചയിച്ചിയുടെ കൂടെ, ഓക്കെ, അത് ഇദ്ദേഹം അത് തന്നെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നാലും ബിസിനസ് എന്തായാലും നിതയുടെയും അതോടൊപ്പം തന്നെ നമ്മുടെ പുള്ളിക്കാരൻ്റെ ബിസിനസ് സക്സസ് ആയാലും എനിക്ക് വളരെ സന്തോഷമുണ്ട്. സുജിൻ്റെ സന്തോഷവും സുജിൻ പങ്കുവയ്ക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു കാറ് വിൽക്കുന്നു, അതോടൊപ്പം തന്നെ അദ്ദേഹം സാംസങ്ങിൻ്റെ പുതിയ ഫോൺ എടുക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അടുത്ത ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അടുത്ത ഓഡി കാർ, ഇത് നേരത്തെ ഉണ്ടായിരുന്നതാണോ ഇപ്പോൾ ഇറക്കിയതാണെന്ന് അറിയത്തില്ല, പുതിയൊരു കാർ ഇറക്കി എന്നുള്ള രീതിയിലേക്കാണ് കാണിക്കുന്നത് തോന്നുന്നു. എന്തായിരുന്നാലും അതാ ഞാൻ പറഞ്ഞത്, ആ പുള്ളി ഒരു ബിസിനസ്സുകാരനാണ്. പുള്ളി നന്നായിട്ട് അത് എന്താണ്, എങ്ങനെ വീണാൽ എങ്ങനെ നിൽക്കാം എന്നുള്ള കാര്യം നന്നായിട്ട് അറിയുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് നല്ലത് എല്ലാം നല്ലതിന്, നമുക്കതേ പറയാറുള്ളൂ കേട്ടോ. പാട്ടിട്ട പണി പാളും. ഓക്കെ, ഇത് ഇവരുടെ എന്തോ ഒരു ഉദ്ഘാടനത്തിനൊക്കെ പോയ സംഭവം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? പിന്നില് അതെന്റെ ഹസ്ബൻഡ്. ഏട്ടൊന്നും കൂടെ വന്നേ, എന്തെങ്കിലും ഒന്നും പറയൂ. ലവ് യു. ഓക്കെ, ഒന്നും പറയാനില്ല ഗൈസ്. ഓരോരുത്തരുടെ ജീവിതം, നമ്മൾ കാലഘട്ടത്തിലൊക്കെ നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഓരോ ജീവിതങ്ങളും അവരവരുടെ വ്യക്തിപരമായിട്ടുള്ള പ്രൈവസി എന്നുള്ള കാര്യത്തിൽ വളരെ ഇമ്പോർട്ടൻസ് ഉള്ളതാണല്ലോ. സ്വകാര്യത, അവരവരുടെ ജീവിതത്തിൻ്റെ അകത്ത് നടക്കുന്ന എത്ര വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും പബ്ലിക് അറിയാതിരിക്കുക, മറ്റുള്ളവരെ അറിയിക്കാതിരിക്കുക എന്നുള്ള കാര്യം നമ്മളൊരു പൊതുതത്വം എല്ലാവരും സൂക്ഷിക്കുന്നൊരു കാര്യമാണ്. ഈവൻ മൃഗങ്ങളിൽ പോലും അതുണ്ട്, ചില മൃഗങ്ങളിൽ. അപ്പം നമുക്ക് എന്ത് കാണിച്ചാലും അതെല്ലാം പൈസ ഉണ്ടാക്കാനുള്ളൊരു മാറ്ററായിട്ട് മാറുമ്പോൾ ഞാൻ ഒരു കാര്യം നിങ്ങളോട് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പൈസയാണ് എല്ലാം എന്ന് ചിന്തിക്കുന്നിടത്ത് പൈസ ഒന്നുമല്ലാത്ത അവസ്ഥ, പൈസ നമ്മളെ ഒരുപാടുണ്ട്, അതുകൊണ്ടൊന്നും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാത്ത ചില അവസ്ഥകളിലേക്ക് നമ്മൾ വന്ന് നിൽക്കും. ആ സമയത്ത് റിഗ്രറ്റ് എന്നുള്ളൊരു സാധനം ഈ പെരുവിരലിൻ്റെ അടിയിൽ കൂടെ തലച്ചോറ് വരെ എത്തും. എന്നിട്ട് പുറകിലേക്ക് ചിന്തിക്കും എവിടെയൊക്കെ എന്തൊക്കെ ചെയ്ത് കൂട്ടി എന്നുള്ള കാര്യം. ഞാനിത് പൊതുവിൽ പറയുന്നതാണ്, ഞാൻ ആരെയും ഒരു വ്യക്തികളെയും എടുത്ത് പറയുന്നതല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മത്തിൻ ഫലം താൻ അനുഭവിച്ചെന്നേ വരൂ. മനസ്സിലാവുന്നുണ്ടോ? അത് തന്നെ പറയാനുള്ളൂ. അതങ്ങനെയാണ്. പാന്തര പെരുവഴി അമ്പലം തന്നിൽ താന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലം ആലയ സംഗമം. ഇന്ന് ഞാൻ നാളെ നീ, അതല്ലേ നമുക്ക് അതാ പറഞ്ഞേ. ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. നമ്മളെല്ലാം നേടി, നമ്മളെല്ലാ ഉയർച്ചയിലെത്തി, നമ്മളെല്ലാ ശ്രേയസ്സിലും ഇതിലൊക്കെ എത്തി എന്നൊക്കെ നമുക്കൊരു തോന്നലൊക്കെ വരും, നമ്മൾ എത്തുകയും ചെയ്യും. ബട്ട് അതിന് ശേഷം ചില ടൈം വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയതൊന്നും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത്രയും നിസ്സഹായമായിട്ടൊക്കെ നമ്മൾ നിൽക്കും. ചില ജീവിതങ്ങൾ കാട്ടിക്കൂട്ടുന്നത് കാണുമ്പോൾ കണ്ടുകൊണ്ട് നിൽക്കാം എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഒത്തുചേർന്ന് ഇനിയിപ്പം ഈ നിതയെയും കുറിച്ചും സുജിനെയും കുറിച്ച് പറയാനുള്ളത്, നന്നായി വരൂ, നല്ലതായിട്ട് വരൂ. എന്തായിരുന്നാലും അടുത്തൊന്നും ഇനി അടുത്തൊരു നിങ്ങൾ പിരിഞ്ഞു എന്നുള്ളൊരു കാര്യം അടുത്ത ബിസിനസ്സുമായിട്ട് മുന്നോടിയായിട്ടോ ഒന്നും വരാതിരിക്കട്ടെ. നിങ്ങൾക്ക് നല്ലത് മാത്രം വരട്ടെ, അത് എല്ലാ അർത്ഥത്തിലും നല്ലത് മാത്രം വരട്ടെ. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ വേണ്ടി കാണുന്ന റേസ്. ബൈ.